ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ എങ്ങനെ ചെയ്താണ് ലോസ് വരിക, എങ്ങനെ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടുന്നൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്താൽ മാത്രം പ്രോഫിറ്റിലേക്ക് എത്താമെന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ആദ്യം നമ്മൾ ട്രേഡിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നു ആദ്യം ശ്രദ്ധിക്കണം. മനസ്സിലായോ? നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നു ആദ്യം തീരുമാനിക്കണം. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ സ്റ്റോപ്പ് ലോസ് വെക്കാതെ നമ്മൾ ട്രേഡ് ചെയ്യാൻ എന്ത് സംഭവിക്കും, നമുക്ക് ലോസ് വരും. ഈ ലോസ് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഉണ്ടാവില്ല കാര്യങ്ങൾ. അത് നമ്മൾ ടാർഗറ്റ്, അതായത് പ്രോഫിറ്റ് നമുക്ക് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എത്ര രൂപ എക്സിറ്റ് അടിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ എത്ര രൂപ ലോസ് ആയാലും എക്സിറ്റ് അടിക്കും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 രൂപ ലോസ് വരികയാണെങ്കിൽ ഇതിപ്പോൾ കയറുമെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ തന്നെ ഒരു 100 രൂപക്ക് എന്ത് ചെയ്യും, അത് 1000 രൂപയിൽ 900 രൂപയായിട്ട് കുറഞ്ഞ് നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഹോപ്പ് കിട്ടും, ഇപ്പോൾ ഇത് കയറും എന്നുള്ളത്. പക്ഷെ അത് കയറത്തില്ല. ആ 1000 ഉള്ളത് 10,000 ആയി, ലോസ് കൂടി കൂടി കൂടിയായിരിക്കും വരലുണ്ടാവുക, അല്ലേ? നിങ്ങളിൽ പല ആൾക്കാർക്കും സംഭവിച്ച കാര്യങ്ങൾ ഇതായിരിക്കും. ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാ ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ലോസ് ഇങ്ങനെ കൂടി 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 വരും. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം, ഈ 10,000 ആയത് ഒരു 8,000 രൂപ എക്സിറ്റ് അടിക്കുക, എന്നാൽ 2,000 രൂപയും ബാക്കി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ മാർക്കറ്റ് അതിനും സമ്മതിക്കൂല, അത് പോയിട്ട് 12,000 ആവും. അപ്പോൾ ആദ്യം ഒരു 1000 ലോസ് വരുമ്പോൾ, ഒരു 1000 രൂപ ലോസ് വരുമ്പോൾ എക്സിറ്റ് അടിക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ എന്ത് ചെയ്യുക, 12,000 രൂപ ലോസ് എക്സിറ്റ് അടിക്കുക. അതോടെ നമ്മളെ ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആയിട്ടുണ്ടാവും, ഇല്ലേ? പിന്നെ പിറ്റേന്ന് നമ്മൾ ട്രേഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾ പ്രോപ്പറായൊരു പ്ലാനിങ്ങിലൂടെ എന്ത് ചെയ്യണം, ട്രേഡും കാര്യം ചെയ്യണം. ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടത് എത്ര രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താം, എത്ര രൂപ ഇന്ന് ഈ മാർക്കറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുണ്ടെന്ന് തീരുമാനിക്കണം, 1. 2, നിങ്ങൾ തീരുമാനിക്കേണ്ടത് എത്ര രൂപ ഞങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാം, എത്ര രൂപ നിങ്ങൾക്ക് ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതെ, അതിനൊക്കെ മുന്നേ നിങ്ങൾ തീരുമാനിക്കണം എൻ്റർപ്രൈസ് ആൻഡ് ടാർഗറ്റ്. ആ എൻ്റർപ്രൈസ് ഉണ്ടല്ലോ, എൻ്റർപ്രൈസ് കറക്റ്റ് ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ ആദ്യം എൻ്റർപ്രൈസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം തീരുമാനിക്കണം ആദ്യം. എന്നിട്ട് മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ടാർഗറ്റ് വെക്കുക. ഈ ലെവലിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ പ്രോഫിറ്റ് എടുത്താം. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ, ഇതേപോലത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡിങ് നല്ലൊരു കരിയർ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഈ സ്റ്റോപ്പ് ലോസ് വെക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ 1000 രൂപ നഷ്ടപ്പെടുന്നിടത്ത് നിങ്ങൾക്ക് 12,000 രൂപ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. മനസ്സിലായില്ലേ? ട്രേഡിംഗ്ക്ക് വരുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല ഈ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, ടാർഗറ്റ് ഉണ്ടെന്ന്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല. ആക്ച്വലി ഞാനൊക്കെ യൂട്യൂബ് നോക്കിയാണ്ടാണ് ആദ്യം ട്രേഡിംഗ്ക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ട്രേഡിംഗ്ക്ക് യൂട്യൂബ് നോക്കിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ, അതായത് ബൈയും സെല്ലും കാര്യങ്ങൾ മാത്രമേ, പക്ഷേ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ പോകാണ്ട് ട്രേഡും കാര്യങ്ങളും ചെയ്ത് കുറേ ലോസ് ആക്കി. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റിലെത്തിയത്. മനസ്സിലായില്ലേ? കുറേ ലോസും കാര്യം, കണ്ടമാനം പൈസ എനിക്കും പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കണ്ടമാനം പൈസ വീണു. അതിന് ശേഷം മാത്രമാണ് ഞാൻ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കൊന്നും ലോസ് വരാതിരിക്കാനാണ് കുറേ ആൾക്കാർ കോഴ്സും കാര്യങ്ങളൊക്കെ തരുന്നത്. കണ്ടോ? അവർ 3 കൊല്ലം അവരെ കുറേ ടൈമും അവരെ കുറേ പൈസയും കാര്യങ്ങളും പോയതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുക, കോഴ്സും കാര്യങ്ങളും ഇത് ഇത് നിങ്ങൾ യൂട്യൂബിലും ഇതിലൊക്കെ കാണാം. കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെ കുറേ കൊല്ലങ്ങളും കുറേ പൈസയും കാര്യങ്ങളും പോവാതിരിക്കാനും വേണ്ടി ചെയ്യുന്നതാണ്. അവർക്ക് വന്ന മണ്ടത്തരം നിങ്ങൾക്ക് വരാതിരിക്കാനും കാര്യങ്ങൾക്കാണ് കോഴ്സ് എടുക്കാൻ പറയുന്നത്. യൂട്യൂബ് നോക്കി മാത്രം പഠിച്ചാൽ നമുക്ക് പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമുക്കിത് കുറച്ച് ചെറിയ കാര്യങ്ങളും അതേപോലെ നമ്മളെ കുറേ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുത്താനുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും ചെയ്ത് ട്രേഡും കാര്യങ്ങളും എടുത്താൽ മാത്രം മനസ്സിലാവും. പക്ഷേ നമ്മുടെ സൈക്കോളജി ഒരാൾക്ക് മനസ്സിലാവണം. അത് മനസ്സിലായിട്ട് നമുക്ക് നമ്മളെ തെറ്റെന്താ കാര്യങ്ങളെന്താ തിരുത്താൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ട്രേഡിങ് വിജയിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ലെവലും കാര്യങ്ങളും നിങ്ങൾ എടുക്കുക. പിന്നെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ സപ്പോർട്ടിൽ മാത്രം എൻട്രി എടുക്കാൻ തീരുമാനിക്കുക. മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി തന്നെ ട്രേഡ് ചെയ്താൽ നിങ്ങൾ പ്രോഫിറ്റിലെത്തും. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റിലെത്താൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് സപ്പോർട്ടിൽ നിന്ന് മാത്രം എൻട്രി എടുക്കുക. ഒരു റൂളോട് മാത്രം കൂടി ട്രേഡ് എടുക്കുക. മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങൾക്ക് എത്ര രൂപ ലോസ് വരുത്താം, ഇന്ന് നിങ്ങൾക്ക് എത്ര രൂപ പ്രോഫിറ്റ് എടുക്കാം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇന്ന് ഞാൻ എത്ര ട്രേഡ് എടുക്കും എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോട്ടിൽ എഴുതി വെക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, ട്രേഡിംഗ് ടൈമിൻ്റെ മുന്നിലേക്ക് വരിക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ട്രേഡും കാര്യങ്ങളും ചെയ്ത് നോക്കി. 3 മാസം അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ ചെയ്ത് നോക്കി. നിങ്ങൾ പ്രോഫിറ്റിലേക്ക് ഒരു ആ മന്ത് ക്ലോസ് ചെയ്യുന്നു. ചെയ്ത് നോക്കുക. ഇത് നമ്മളൊരു ചെറിയ സെഷനായിട്ട് മാത്രം എടുത്തതാണ്. ഇതിൻ്റെ കൂടുതൽ സെഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെഷൻസിൻ്റെ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.